കാര്യങ്ങൾ. വേളാങ്കണ്ണിക്കൊന്നും തീർത്ഥാടനത്തിന് പോയില്ലെങ്കിലും ദീർഘദൂര ടൂറൊന്നും പോയില്ലെങ്കിൽ പോലും വിപ്ലവകരമായ ഒരു തുടക്കം ഇടുകയാണ് നാളെ. സംസ്ഥാനത്ത് സൗജന്യ യാത്ര തുടങ്ങുന്നു വനിതകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സിൽ. പല വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, UDF സർക്കാരിന്റെ ഏറ്റവും ചരിത്രപരമായ തീരുമാനങ്ങളിലൊന്നാണ് KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര. നാളെ ഏതായാലും ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. രാവിലെ 8:30 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ശേഷം 9 മണി മുതൽ 0 ടിക്കറ്റ് ലഭ്യമാകും. അതിനു മുൻപ് ബസ്സിൽ കയറുന്നവർക്ക് സൗജന്യം ലഭ്യമല്ല. സ്ത്രീകൾക്ക് സൗജന്യമുള്ള ഓർഡിനറി ബസ്സുകൾ തിരിച്ചറിയാൻ പ്രിയദർശിനി സ്റ്റിക്കർ പതിച്ചിട്ടുണ്ടാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സ്റ്റിക്കർ പതിച്ച ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ തരത്തിൽ സൗജന്യ യാത്ര ഉണ്ടാവുക. അപ്പോൾ എല്ലാ ബസ്സിലും കയറി ഈ പറഞ്ഞതുപോലെ സൗജന്യ യാത്ര വേണമെന്ന് പറയരുത്. ഓർഡിനറി ബസ്സിലാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. അതിന്റെ സാമ്പത്തിക നിലയൊക്കെ പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ കാര്യങ്ങളെന്ന് ഗതാഗത മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നാളെ നടപ്പിലാകുമ്പോൾ ചടങ്ങ് ആഘോഷമാക്കാൻ ഒരുങ്ങിയാണ് സർക്കാരും UDFും. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനൊപ്പം സംസ്ഥാന വ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രിയദർശിനി യാത്രാ പദ്ധതി ജനങ്ങളിലെത്തിക്കാൻ മന്ത്രിമാരും MLA-മാരും നേരിട്ടിറങ്ങും. നഗരമേഖലകൾക്ക് പുറമെ ഗ്രാമീണ മേഖലകളിലും പ്രചാരണ പരിപാടികൾ നടക്കും. MG പ്രതീഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. പ്രതീഷ്, ഏതായാലും CPM MLA-മാർ വിട്ടുനിൽക്കുന്നുണ്ട്. പക്ഷേ UDF സർക്കാർ പ്രധാനപ്പെട്ട വാഗ്ദാനമായി പറഞ്ഞത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയായിരുന്നു. അതിൽ ഓർഡിനറി ബസ്സിൽ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ അതൊരു ചരിത്രപരമായ തീരുമാനമാണ്. അത് വലിയ ആഘോഷമാക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് തയ്യാറെടുപ്പ്, അല്ലേ? വിനീത, തീർച്ചയായും UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും ജനപ്രിയമായ വാഗ്ദാനമായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അത് മുഴുവൻ ബസ്സുകളിലും നടപ്പിലാക്കുന്നില്ല എങ്കിൽ പോലും ഓർഡിനറി ബസ്സുകളിൽ നാളെ മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുമ്പോൾ ആ പരിപാടി വൻ ആഘോഷമാക്കി തീർക്കാനാണ് UDFന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി VD സതീശൻ നാളെ രാവിലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്തായിരിക്കും ആ ഉദ്ഘാടനം. അതിനു പുറമെ മറ്റ് മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. മന്ത്രിമാരും MLA-മാരും ഒക്കെ തന്നെ പലയിടങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ നഗരമേഖലകൾക്ക് പുറമെ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചും വലിയ പ്രചാരണ പരിപാടികൾ, ബോർഡുകൾ, വിശദീകരണ യോഗങ്ങൾ, ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള പരിപാടികളും നാളെ നടക്കുന്നുണ്ട്. വിനീത, ശരി, MG പ്രതീക്ഷ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും മുഖ്യമന്ത്രി തന്നെ ആദ്യ യാത്രയിൽ പങ്കെടുക്കുന്നതിൽ പ്രത്യേകത കൂടിയുണ്ട്. KSRTCയിലെ ആദ്യ വനിതാ ഡ്രൈവറാണ് ഈ സൗജന്യ യാത്ര നൽകുന്ന ആദ്യ ബസ്, ഉദ്ഘാടന ബസ് ഓടിക്കുക എന്നുള്ള വിവരം കൂടിയുണ്ട്. ഏതായാലും ഏറെ കൗതുകങ്ങൾ കൂടി ഉണ്ടാകും. ഒപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. സമ്മിശ്ര പ്രതികരണങ്ങളുണ്ട്. പക്ഷേ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് മാറ്റി നിർത്താം. ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുക തന്നെ ചെയ്യാം. അതേതായാലും വിജയകരമാവട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ബസ്സുകളിലും ഫ്രീ ആയി യാത്ര ചെയ്യാമല്ലോ.